നമ്മൾ ചക്ക അവിയലാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചക്ക എടുത്തിട്ടുണ്ട്. ചക്ക ഇതേപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ ചക്കക്കുരു അതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാങ്ങ എടുത്തിട്ടുണ്ട്. പച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട്. കായ, ക്യാരറ്റ്, പയർ, പിന്നെ വെള്ളരിക്ക, മുരിങ്ങക്കായ, പിന്നെ 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. ജീരകം കുറച്ച് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ചതക്കി എടുത്തിട്ടുണ്ട്. കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, എണ്ണ, വെളിച്ചെണ്ണ. ഇത്രയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അടുപ്പത്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം ചക്കക്കുരു ഇട്ട് കൊടുക്കാം. കുറച്ച് വേവ് കൂടുതലുള്ള സാധനങ്ങളല്ലേ. പിന്നെ പച്ചക്കറി എല്ലാം ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇതായി കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വാഴയില വെച്ചിട്ടാണ് മൂടി വയ്ക്കുന്നത്. അപ്പോൾ വാഴയിലയുടെ സ്മെല്ലും കൂടി ആകുമ്പോൾ ടേസ്റ്റ് കൂടും. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്കിനി തുറന്ന് നോക്കാം. ഇതിലൊക്കെ നല്ല വാടിയിട്ടുണ്ട്. ചക്കക്കുരു വെന്തിരുന്നു. ബാക്കിയുള്ള കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. നമുക്ക് ചക്ക നീളത്തിൽ നുറുക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. അതേപോലെ മാങ്ങ നുറുക്കി വെച്ചതും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കും. ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് മൂടി വയ്ക്കാം. ഇതേപോലെ വാഴയില കൊണ്ട് കുറച്ച് നേരം കൂടി മൂടി വെച്ച് വേവിക്കും. ആ നേരം കൊണ്ട് നമുക്ക് അത് വെന്ത് വരുന്ന നേരം കൊണ്ട് തേങ്ങയും പച്ചമുളകും പിന്നെ ജീരകവും കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അരയാൻ പാടില്ല, ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ചക്കയും മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചതച്ചെടുത്ത തേങ്ങയും മുളകും ജീരകവും ഒക്കെ എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തതാണത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം.
നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.